السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الكريم وعلى آله وأصحابه الفائزين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയ സഹോദരിമാരെ, ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസ് ഇപ്രകാരം: അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്നഹും ദബഹു ഷാതൻ فقال النبي صلى الله عليه وسلم ما بقي منها قالت ما بقي منها إلا كتفها قال بقي كلها غير كتفها. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാർ ഒരാടിനെ അറുത്ത് ദാനം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇനി അതിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിന്റെ തോളല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ അതിന്റെ തോളൊഴിച്ച് ബാക്കിയെല്ലാം ബാക്കിയായി അവശേഷിച്ചു. നമുക്കറിയാം, സമ്പാദിച്ചുണ്ടാക്കിയ ധനം അനാവശ്യമായി ചെലവഴിച്ചു തീർക്കാൻ ഒരാളും ഇഷ്ടപ്പെടുകയില്ല. പണം ഉണ്ടാക്കാനും കൂടുതൽ സമ്പാദിക്കുവാനുമാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഓരോരുത്തരും വിശ്രമമറിയാതെ പണിയെടുക്കുന്നതും നിരന്തരം ജോലി ചെയ്യുന്നതും. വിഡ്ഢികൾ മാത്രമേ ധനം അനാവശ്യമായി നശിപ്പിച്ചു കളയുകയുള്ളൂ. ബുദ്ധിശാലികള് ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുകയും അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. ധനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണമെന്നാണ് ഇസ്ലാമിന്റെ ശാസന. ദാനധർമ്മങ്ങൾ നിയമമാക്കിയത് അതിനു വേണ്ടിയാണ്. എന്നാൽ മനുഷ്യ പ്രകൃതി ഇത് അംഗീകരിക്കാൻ മടി കാണിക്കുന്നു. ദാനം ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ധനം തീർന്നു പോകുമല്ലോ എന്ന ഭയമാണ് കാരണം. വ്യക്തിയെ സ്വാർത്ഥതക്കും പിശുക്കിനും പ്രേരിപ്പിക്കുന്ന ഇത്തരം ചിന്താഗതികളെ തിരുത്തുകയാണ് ഈ ഹദീസ്. ദാനം ചെയ്യുന്നവൻ തന്റെ ധനം നശിപ്പിച്ചു കളയുകയല്ല, ഒരിക്കലും തീർന്നു പോവാത്ത വിധത്തില് അത് സംരക്ഷിക്കപ്പെടുകയാണ് എന്നതാണ്. ആരുടെ അടുത്ത്? അള്ളാഹിന്റെ അടുക്കല്. ഉപയോഗം മൂലം തീർന്നു പോകുന്നതാണ് ധനം. ധനം മാത്രമല്ല, ഭൗതിക വിഭവങ്ങളെല്ലാം അങ്ങനെയാണ് അല്ലെ. എന്നാൽ ഒന്നും തന്നെ മനുഷ്യന്റെ കൂടെ നിലനിൽക്കുന്നില്ല. സ്ഥായിയായിട്ടൊന്നും കൂടെ നിലനിൽക്കുന്നില്ല. അവൻ തിന്നും കുടിച്ചും സുഖിച്ചും ഒക്കെ ഓരോന്നോരോന്നായി അവനിൽ നിന്ന് വേർപെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലോ അവന്റെ ദാനധർമ്മങ്ങൾ സ്വതക്ക അപ്രകാരമല്ല. അത് ധനത്തെ ഇല്ലാതാക്കുകയോ ക്ഷീണിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ദാനം ചെയ്യുന്നവൻ തന്റെ ധനം ആർക്കാണ് കൊടുക്കുന്നത്? അത് അള്ളാഹുവിനാണ് കടം കൊടുക്കുന്നത് അല്ലെ. ആരുണ്ട് അള്ളാഹുവിന് നല്ല നിലയില് കടം കൊടുക്കാനെന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കും, നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ആർക്കാ കൈമാറുന്നത്? അള്ളാഹുവിന് അല്ലെ. അത് ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. തട്ടിയെടുക്കാൻ പറ്റാത്ത സുരക്ഷിതമായ ഒരിടത്ത് ആ സ്വതക്ക ചെന്നെത്തുന്നു അല്ലെ. മരണത്തോടെ മറ്റെല്ലാ ഭൗതികാനുഗ്രഹങ്ങളും മനുഷ്യനെ വിട്ടുപിരിയുമ്പോൾ ദാനധർമ്മങ്ങൾ അവന്റെ കൂടെ തന്നെ നിൽക്കുന്നു. ഒരിക്കലും അവ അവനെ വിട്ടുപോകുന്നില്ല. അന്ത്യനാളിൽ ആ ദാനധർമ്മങ്ങളെല്ലാം ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു അവന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. 7 കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ കതിരിലും 100 വീതം മണികളുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്നു. വിശാലനും അഭിജ്ഞനും എത്രേ അള്ളാഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുൽ അബ്ദു മാലി മാലി വഇന്നമാ ലഹു മിൻ മാലിഹി സലാസ് മാ അക്കല ഫഅഫ്ന ഔ ലബിസ ഫഅബ്ല ഔ ആത ഫഅഖ്ന ഔ ആത ഫഅഖ്തന മാ സിവ ദാലിക ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസി
മനുഷ്യൻ എൻ്റെ ധനം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിലോ അവന്റെ ധനത്തിൽ നിന്ന് 3 മാത്രമേ അവൻ്റെതായിട്ടുള്ളൂ. ഒന്നെന്താണ്? അവൻ തിന്നത് അത് തീർന്നുപോയി. ഇനി മറ്റൊന്നോ? അവൻ ധരിച്ചത് അത് ധവിച്ചുപോയി. എന്നാൽ അവൻ ദാനം ചെയ്തതോ അത് ശേഖരിച്ചു വെച്ചു. ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്കായി അവൻ വിട്ടേച്ചു പോകുന്നത് എത്ര. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് തന്റെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ പ്രിയങ്കരമായി കാണുന്നത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ ഒരാളും സ്വന്തം സമ്പത്തിനേക്കാൾ മറ്റൊരാളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, എങ്കിൽ നേരത്തെ ദാനം ചെയ്തത് ചെലവഴിച്ചതാണ് അവനവന്റെ ധനം, പിന്നേക്ക് മാറ്റിവെച്ചതോ അയാളുടെ അനന്തരാവകാശിയുടെ സ്വത്താണ്. അല്ലെ, നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ കയ്യിൽ അല്ലെ ശരീരത്തിൽ എത്ര സ്വർണമുണ്ടെങ്കിലും അതൊന്നും ആ കബറിലേക്ക് നമ്മള് കൊണ്ടുപോകൂല. അല്ലെ, അതെല്ലാം തന്നെ മരണത്തോടു കൂടി എന്താക്കും? അതൊക്കെ അഴിച്ചു വെക്കൂലേ, സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് അതൊക്കെ മാറ്റി വെക്കും. അപ്പോഴേക്കും മരണത്തോടു കൂടി തന്നെ അവന്റെ എല്ലാ ബാങ്ക് ബാലൻസും ഒക്കെ എങ്ങോട്ട് വന്നു? അനന്തരാവകാശിയിലേക്ക് എത്തുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാലേ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര അർത്ഥവത്തായിട്ടാണ് സഹാബാ കിറാമിന് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തത്. ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, ആദമിന്റെ മകനെ, നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കുക, എന്റെ അടുക്കൽ അത് തീയാലോ വെള്ളത്താലോ നശിച്ചു പോവുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലെ, എത്ര ബിൽഡിങ്ങുകൾ കത്തിയിട്ടല്ലേ, അതിലുള്ള വസ്തുവകകൾ കത്തിപ്പോവലുണ്ടല്ലേ, എത്ര സമ്പാദ്യങ്ങളാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോവുക. അല്ലെ, വലിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ വരുമ്പോ എത്ര നാശനഷ്ടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെ, എത്ര അർത്ഥവത്താണല്ലേ ഈ ഹദീസ്. അപ്പൊ ആരാലും അത് കട്ടെടുത്തു കൊണ്ടുപോവുകയില്ല. അതിന് പകരം ആവശ്യമുള്ളതെന്തോ അത് ഞാൻ നിനക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മൾ ദാനധർമ്മം നൽകപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ആ കൊടുത്ത പണം കുറഞ്ഞ ദിവസങ്ങളിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവലുണ്ട്. അല്ലെ, അപ്പോൾ എത്ര അർത്ഥവത്താണ് ഈ ഹദീസ്. അതിന് പകരം നിനക്ക് ആവശ്യമുള്ളതെന്തോ അത് ഞാൻ നിനക്ക് നൽകുന്നതാണ്. പിന്നെ സ്വതക്ക ചെയ്യാൻ നമ്മൾ പിശുക്ക് കാണിക്കണോ? അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുസ്ലിമിന്റെ ദാനം ആയുസ് വർദ്ധിപ്പിക്കുകയും പെട്ടെന്നുള്ള മരണത്തെ തടയുകയും ചെയ്യുന്നു. അതുവഴി അള്ളാഹു അവനിൽ നിന്ന് അഹങ്കാരവും ദുരഭിമാനവും ഇല്ലാതാക്കുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാരമായി സദഖ ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇതൊരു സ്വാലിഹായ കർമ്മമായി അള്ളാഹുവിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.